ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സെൽസ് ആൻഡ് ബാറ്ററീസിലെ 7ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് വർക്കിംഗ് ഓഫ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ പാർട്സുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി ലെഡ് ആസിഡ് സെല്ലിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിലെന്തൊക്കെ നോക്കാം. ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനി ഷാൾ ബി ഏബിൾ ടു അതായത് എക്സ്പ്ലെയിൻ ദി കെമിക്കൽ ആക്ഷൻ ഇൻ ലെഡ് ആസിഡ് ബാറ്ററിയുടെ കെമിക്കൽ ആക്ഷൻ ഏതൊക്കെ സമയത്ത്? ഡ്യൂറിങ് ചാർജിങ് എന്ന സമയത്തും അതുപോലെ തന്നെ ഡ്യൂറിങ് ഡിസ്ചാർജിങ് ചെയ്യുന്ന സമയത്തും ലെഡ് ആസിഡ് ബാറ്ററിക്കുള്ളിലുണ്ടാവുന്ന കെമിക്കൽ ആക്ഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ പ്ലേറ്റുകൾ എങ്ങനെ മാറും, എന്തൊക്കെയാണ് ഇത് സംഭവിക്കണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമതായിട്ട് എക്സ്പ്ലെയിൻ ഇൻഡിക്കേഷൻ ഓഫ് ഫുള്ളി ചാർജ്ഡ് സെല്ല്. ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ല് നമ്മൾ എന്ത് ചെയ്തു, ചാർജ് ചെയ്യാനും വേണ്ടി വെച്ചു ലെഡ് ആസിഡ് ബാറ്ററി. ആ ലെഡ് ആസിഡ് ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണെന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി ഡ്യൂറിങ് ഡിസ്ചാർജിങ് സമയത്ത് അതിൻ്റെ കെമിക്കൽ ആക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഡിസ്ചാർജിങ് സമയത്ത് ആദ്യം നമ്മൾ ഡിസ്ചാർജിങ് സമയം എന്ന് പറയുമ്പോൾ എന്താണ്, ഫുള്ളി ചാർജ്ഡ് ആയിരിക്കും. ലെഡ് ആസിഡ് ബാറ്ററി ഫുള്ളി ചാർജാണ്. ആ ഫുള്ളി ചാർജ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്യാണ്. ആ ലോഡിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുക. ലോഡ് ഇതിനുള്ള സംഭരിച്ച് വെച്ച ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, കെമിക്കലി സംഭരിച്ച് വെച്ചത് ഇലക്ട്രിക്കലി ആയിട്ട് മാറ്റും. അപ്പോൾ എന്ത് ചെയ്യും, സെല്ല് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ലെഡ് ആസിഡ് സെല്ല്, അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ് ലെഡ് പെറോക്സൈഡ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, PbO2 ലെഡ് പെറോക്സൈഡ് ആയിരിക്കും. നെഗറ്റീവ് പ്ലേറ്റ് ലെഡ് ആയിരിക്കും. പിന്നെ ഇലക്ട്രോലൈറ്റ് ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും, നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. പോസിറ്റീവ് പ്ലേറ്റിൻ്റെ കളറ് നെഗറ്റീവ് പ്ലേറ്റിൻ്റെ കളറൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. പോസിറ്റീവ് പ്ലേറ്റിൻ്റെ കളറ് ചോക്ലേറ്റ് ബ്രൗൺ ആയിരിക്കും, ലെഡിൻ്റെതാണെങ്കിൽ ഗ്രേ കളറായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫുള്ളി ചാർജ്ഡ് സെല്ല് നമ്മളിനി ഡിസ്ചാർജ് ചെയ്യാണ്. എന്താണ് ചെയ്യുക, ഒരു ലോഡ് നമ്മളിവിടെ കൊടുക്കും. അപ്പോൾ ആ ലോഡ് കൊടുക്കുമ്പോൾ എന്താണ്, അത് ഡിസ്ചാർജ് ആവും. അപ്പോൾ ഉള്ള ആ സമയത്ത് എന്താണ് കെമിക്കൽ ആക്ഷൻ ഡ്യൂറിങ് ഡിസ്ചാർജിങ് സമയത്ത് ഉണ്ടാകുന്ന കെമിക്കൽ ആക്ഷനെ പറ്റിയാണ് നമ്മളിന്ന് പറയണത്. അപ്പോൾ നോക്കുക, നെഗറ്റീവ് പ്ലേറ്റിൽ എന്ത് കെമിക്കൽ ആക്ഷനാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കുന്നത്. നെഗറ്റീവ് പ്ലേറ്റ് എന്താണ്, PB ആണ് അല്ലേ, ലെഡും ഇതിലുള്ള സൾഫ്യൂരിക് ആസിഡ് വിഘടിച്ച് എന്ത് ചെയ്യും, സൾഫറും പിന്നെ ഹൈഡ്രജൻ അയണും, സൾഫർ അയണും ഹൈഡ്രജൻ അയണും ആയിട്ട് മാറും. ഈ സൾഫർ അയൺ PB ആണ് ഇവിടെ അല്ലേ, പ്യുവർ ലെഡാണ്. ആ ലെഡും SO4 കൂടി പ്രവർത്തിച്ചിട്ട് PbSO4 ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. നെഗറ്റീവ് പ്ലേറ്റിലുണ്ടാണ് കെമിക്കൽ ആക്ഷൻ. നെഗറ്റീവ് പ്ലേറ്റ് എന്താണ്, പ്യുവർ ലെഡാണ്. ആ ലെഡും സൾഫേറ്റുമായിട്ട് പ്രവർത്തിച്ചിട്ട് PbSO4 ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഡിസ്ചാർജിങ് സമയത്ത് നെഗറ്റീവ് പ്ലേറ്റ് എന്താവും, ഫുള്ളി ഡിസ്ചാർജ് ആകുമ്പോൾ എന്ത് ചെയ്യും, ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. ഇനി പോസിറ്റീവ് പ്ലേറ്റിൽ നോക്കുക. പോസിറ്റീവ് പ്ലേറ്റിൽ PbO2 ആണ്. PbO2 ലെഡ് പെറോക്സൈഡ് ആണ്. ഇവിടെ വിഘടിച്ച ഹൈഡ്രജനും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും കൂടി പ്രവർത്തിച്ചിട്ട് PbO2 + H2 + H2SO4 ഇത് പ്രവർത്തിച്ചിട്ട് PbSO4 ഇവിടെയുള്ള അതേപോലെ തന്നെ ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. പ്ലസ് 2H2O വാട്ടറും ഉണ്ടാവും. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവ് കുറഞ്ഞ് വാട്ടറിൻ്റെ അളവ് കൂടും. ഫുള്ളി ഡിസ്ചാർജ്ഡ് സെല്ലാവുമ്പോൾ രണ്ട് സെല്ലുകളും ലെഡ് പെറോക്സൈഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ അതിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടും. അപ്പോൾ നോക്കുക, നെഗറ്റീവ് പ്ലേറ്റിൽ നമുക്കറിയാം പ്യുവർ ലെഡാണ്, അതും SO4 കൂടി പ്രവർത്തിച്ച് PbSO4 ആവും. പോസിറ്റീവ് പ്ലേറ്റിലാണെങ്കിൽ ലെഡ് പെറോക്സൈഡാണ്. ആ പെറോക്സൈഡും ഇവിടെ വിഘടിച്ച ഹൈഡ്രജനും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും കൂടി പ്രവർത്തിച്ച് 2SO4 പ്രവർത്തിച്ചിട്ട് PbSO4 ഇവിടെയുള്ള SO4ഉം ഇവിടെ PbSO4 അതുപോലെ തന്നെ 2H2Oയും കൂടി ആയിട്ട് മാറും. അപ്പോൾ രണ്ടിലും നോക്കുക, നെഗറ്റീവ് പ്ലേറ്റും പോസിറ്റീവ് പ്ലേറ്റും എന്തായിട്ട് മാറി, ലെഡ് സൾഫൈഡ് ആയിട്ട് മാറി. ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ഇതിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടി, H2SO4
കുറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും നമുക്ക് നോക്കാം. 2 പ്ലേറ്റുകളും കൺവേർട്ട് ഇൻറ്റു ലെഡ് സൾഫേറ്റ്. ബോത്ത് പ്ലേറ്റ്, 2 എന്താണ് നെഗറ്റീവ് പ്ലേറ്റും പോസിറ്റീവ് പ്ലേറ്റും ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറി. രണ്ടാമതായിട്ട് ആ രണ്ടിൻ്റെയും ഈ ലെഡ് സൾഫേറ്റിൻ്റെ കളറ്, ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കലുണ്ട്. എന്താണ് ലെഡ് ഡിസ്ചാർജിങ് സമയത്ത് അല്ലേ, ഈ പ്ലേറ്റുകളുടെ കളറ് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് സമയത്ത് ലെഡ് സൾഫേറ്റ് ആണ്, ആ ലെഡ് സൾഫേറ്റിൻ്റെ കളർ എന്തായിരിക്കും എന്നുള്ളത് PSCക്കും ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ അതിനും ചോദിക്കാറുണ്ട്. വൈറ്റിഷ് കളറാണ്. നമ്മൾ ഫുള്ളി ചാർജ്ഡ് ആകുമ്പോൾ രണ്ടിൻ്റെ കളർ പറഞ്ഞു, ഒന്ന് ചോക്ലേറ്റ് ബ്രൗൺ ആണ്, ഒന്ന് ഗ്രേ ആണ്. അപ്പോൾ ഫുള്ളി ഡിസ്ചാർജ്ഡ് ആകുമ്പോൾ രണ്ടും എന്താണ് ലെഡ് സൾഫേറ്റ് ആണ്. ആ ലെഡ് സൾഫേറ്റിൻ്റെ കളറ് വൈറ്റിഷ് കളറാണ്. പിന്നെ എന്താണ് വാട്ടർ ഫോം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 2H2O അല്ലെ വാട്ടറാണ് ഫോം ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കാരണമായിട്ട് എന്ത് ചെയ്യും, സ്പെസിഫിക് ഗ്രാവിറ്റി, ആസിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. സ്പെസിഫിക് ഗ്രാവിറ്റി 1.28 ആണെന്ന് കഴിഞ്ഞ ക്ലാസ് മുമ്പ് പറഞ്ഞിരുന്നു. 1.28 ഉള്ളത് എന്തായിട്ട് മാറും, ഫുള്ളി ഡിസ്ചാർജ്ഡ് ആകുമ്പോൾ ആ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് H2SO4 ഡിക്രീസസ് ടു 1.18 ആയിട്ട് മാറും. 2.28 അല്ല 1.28 ഉള്ളത് 1.18 ആയിട്ട് കുറയും. അപ്പോൾ ഡിസ്ചാർജിങ് സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ 2 പ്ലേറ്റുകളും ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. പിന്നെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി, ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും, അത് 1.18 ആയിട്ട് മാറും. പിന്നെ വോൾട്ടേജ് ഓഫ് സെൽ ഡിക്രീസസ് അബൌട്ട് 1.8 വോൾട്ട്, 1.8 വോൾട്ടേജിലേക്ക് അതിൻ്റെ ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് താഴും. ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ 2.1 വോൾട്ട് ഉള്ളത് ഇത് 1.8 വോൾട്ടേജിലേക്ക് ഓരോ സെല്ലും വോൾട്ടേജ് കുറയും. പിന്നെ ഇതിൽ മാറ്റം എന്താണ്, ഇത് കെമിക്കൽ സ്റ്റോർ ചെയ്ത കെമിക്കൽ എനർജീനെ എന്ത് ചെയ്യും, കൺവേർട്ട് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ കെമിക്കൽ എനർജി ഒന്നും ഇതിനുള്ളിലാവില്ല. അതാണ് ഡിസ്ചാർജിങ് സെല്ല് എന്ന് പറഞ്ഞാൽ. ഡിസ്ചാർജ് ആകുമ്പോഴുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വോൾട്ടേജ് 1.8 വോൾട്ടായിട്ട് കുറയും. പിന്നെ എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.18 ആയിട്ട് കുറയും. പിന്നെ ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും, അതിൻ്റെ കളർ വൈറ്റിഷ് കളറാണ്. ഇനി ചാർജിങ് സമയത്ത് ഇപ്പോൾ ഫുൾ ഡിസ്ചാർജിങ് ആണ്. ഡിസ്ചാർജിങ് സമയത്ത് എന്താണ് 2 പ്ലേറ്റുകളും PbSO4 ആണ്, വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ കെമിക്കൽ ആക്ഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. നെഗറ്റീവ് പ്ലേറ്റും പോസിറ്റീവ് പ്ലേറ്റും എന്ത് തന്നെയാണ്, PbSO4 തന്നെയാണ്. ഇപ്പോൾ ആ PbSO4 എന്ന് പറഞ്ഞാൽ ലെഡ് സൾഫേറ്റ്, ആ ലെഡ് സൾഫേറ്റും ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്താവും, പിന്നെ നമ്മൾ ഇതിലേക്ക് എന്താണ് ചാർജിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സപ്ലൈ ഇതിലേക്ക് കൊടുക്കുക, പോസിറ്റീവിലേക്ക് പോസിറ്റീവ് എന്താണ് കാഥോഡിലേക്ക് നെഗറ്റീവ് സപ്ലൈയും കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അതാണ് നമ്മൾ ചാർജിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു സപ്ലൈ ഇങ്ങോട്ട് കൊടുക്കുക, നേരെ അങ്ങോട്ട് എടുത്തുമ്പോഴതിൻ്റെ നേരെ വിപരീതം തിരിച്ചിങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താണ്, തിരിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് പറഞ്ഞത്. ഇവിടെ ലെഡ് സൾഫേറ്റ് ആണ്, 2 ആനോഡും ഒക്കെ എന്താണ് ലെഡ് സൾഫേറ്റ് ആണ്. ആ ലെഡ് സൾഫേറ്റും ഇതിലുണ്ടാണ് H2SO4 വിഘടിച്ചിട്ട് SO4 പിന്നെ ഹൈഡ്രജൻ അയോണായിട്ട് മാറും. ആ ഹൈഡ്രജനും PbSO4 ഹൈഡ്രജനും പ്രവർത്തിച്ചിട്ട് നെഗറ്റീവ് പ്ലേറ്റ് ലെഡായിട്ട് മാറും. പിന്നെ എന്താണ് ഉണ്ടാവുക, H2SO4 ഇവിടെ നോക്കുക, Pb മാത്രം ഈ H2SO4 ആയിട്ട് മാറും. H2SO4 എന്ന് പറഞ്ഞാൽ അതാണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ വാട്ടർ മാറിയിട്ട് എന്ത് ചെയ്യും, സൾഫ്യൂരിക് ആസിഡ് കൂടും, സൾഫ്യൂരിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടും. ഇനി പോസിറ്റീവ് പ്ലേറ്റിൽ എന്താണ് സംഭവിക്കുക നോക്കാം. പോസിറ്റീവ് പ്ലേറ്റിലും PbSO4 ആണ് പോസിറ്റീവ് പ്ലേറ്റും, അതും സൾഫേറ്റും അതുപോലെ തന്നെ വാട്ടറും, ഇതിലുണ്ടാണ് വാട്ടറും കൂടി ആണ് പിന്നെ സംയോജിച്ചിട്ട് എന്ത് ചെയ്യും, ലെഡ് പെറോക്സൈഡ്, നമ്മൾ ഫുള്ളി ചാർജ്ഡ് സെല്ലിൻ്റെ ലെഡ് പെറോക്സൈഡ് ആയിട്ട് മാറും. ഇവിടെ നിന്നാണ് PbSO4 എന്നുള്ളത് മാറിയിട്ട് എന്ത് ചെയ്യും, PbO2, ഇതിലുള്ള പിന്നെ O2 PbO2, അപ്പോൾ ലെഡ് പെറോക്സൈഡായി മാറും. പിന്നെ എന്താണ് ഇതിലുള്ള H2SO4, 2H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡായിട്ട് മാറും. അപ്പോൾ വാട്ടർ എന്തായിട്ട് മാറും, വാട്ടർ കണ്ടൻറ്റ് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറും ചാർജ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ എന്താണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ കണ്ടൻറ്റാണ് കൂടുക, വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറയും. അപ്പം ഫുള്ളി ചാർജ്ഡ്, ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജിങ് മാറ്റി എന്ത് ചെയ്യും, ചാർജ് ചെയ്യുമ്പോൾ നെഗറ്റീവ് പ്ലേറ്റ് എന്തായിട്ട് മാറും, ലെഡായിട്ട് മാറും, സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവ് കൂടും. അപ്പോൾ തന്നെ പോസിറ്റീവ് പ്ലേറ്റ് എന്തായിട്ട് മാറും, PbO2 ലെഡ് പെറോക്സൈഡ് ആയിട്ട് മാറും, സൾഫ്യൂരിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടും. എന്തിൻ്റെ കണ്ടൻറ്റ് കുറയും, വാട്ടർ കണ്ടൻറ്റ് കുറയും. അതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് പോസിറ്റീവ് പ്ലേറ്റ് എന്തായിട്ട് മാറും, ലെഡ്
പെറോക്സൈഡായിട്ട് മാറും PbO2. അതുകൊണ്ട് തന്നെ അതിൻ്റെ കളറ് ചോക്ലേറ്റ് ബ്രൗൺ, അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. പിന്നെ എന്താണ് നെഗറ്റീവ് പ്ലേറ്റ് Pb ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ ലെഡായിട്ട് മാറും, സ്പോഞ്ചി ലെഡ്. അതിൻ്റെ കളർ നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, ഗ്രേ ആണ്, സ്ലൈറ്റ് ഗ്രേ കളറായിട്ട് മാറും. ഇത് ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെല്ലിൻ്റെതാണ്. പിന്നെ എന്താണ് വാട്ടറിന് കൺസം ചെയ്തിട്ട് എന്ത് ചെയ്യും H2SO4 ആയിട്ട് മാറുന്നത് കൊണ്ട് തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇലക്ട്രോലൈറ്റായ സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും. നേരത്തെ ഡിക്രീസ് ചെയ്തതിന് ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററീൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഏകദേശം 1.28 ആയിരിക്കും. നേരത്തെ 1.18 ആയിട്ട് കുറഞ്ഞതായിരുന്നു ഡിസ്ചാർജിൽ. ഫുള്ളി ഡിസ്ചാർജ് ആകുമ്പോൾ 1.15 വരെയൊക്കെ കുറയും. 1.18 എന്തായാലും ആവും. ഇവിടെ നിന്നാണ് ഫുള്ളി ചാർജ്ഡ് ആകുമ്പോൾ 1.26 മുതൽ 1.28 ഇൻക്രീസ് ചെയ്യും, 28 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. എന്താണ് 1.28 ആണ്. അതുപോലെ തന്നെ കളർ ഓഫ് പ്ലേറ്റ് ഫുള്ളി ചാർജ്ഡ് സെല്ല് ലെഡ് ആസിഡ് സെല്ലിൻ്റെ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ കളർ എന്തായിരിക്കും? അത് പോസിറ്റീവ് പ്ലേറ്റ് എന്തായിരിക്കും PbO2 ആയിരിക്കും, അതിൻ്റെ കളർ ചോക്ലേറ്റ് ബ്രൗൺ ആണ്. നെഗറ്റീവ് പ്ലേറ്റ് Pb ആയിരിക്കും, അതിൻ്റെ കളറ് ഗ്രേ കളറാണ്. പിന്നെ എന്താണ് വോൾട്ടേജ് സെല്ലിൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. എന്താണ് ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ 2.1 മുതൽ 2.3 വോൾട്ട് വരെ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 2.1 വോൾട്ടായിട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. ഇതിൽ നടക്കണം എന്താണ് ഇലക്ട്രിക്കൽ എനർജി നമ്മൾ അങ്ങോട്ട് സപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും ഈ സ്റ്റോർഡ് സെല്ലിലത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ചാർജ് ചെയ്യുമ്പോൾ ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ എന്താണ് നടക്കുക എന്നും അതിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി അല്ലേ. നമ്മൾ ചാർജ് ചെയ്യാൻ വെച്ചു, എന്നിട്ട് അത് ഫുള്ള് ചാർജ് ആയെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതാണ് ഇൻഡിക്കേഷൻ ഓഫ് ഫുള്ളി ചാർജ്ഡ് സെല്ല്. എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ദാറ്റ് ദ ബാറ്ററി ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദ ചാർജിങ് സർക്യൂട്ട് ആസ് സൂൺ ആസ് ഇറ്റ് ഇസ് ഫുള്ളി ചാർജ്ഡ്. നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വെച്ചു, അത് ഫുള്ളി ചാർജ്ഡ് ആയതിനെ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ചാർജിങ്ങിൽ നിന്നും നമ്മൾ ഈ ബാറ്ററി നമുക്ക് എന്ത് ചെയ്യണം വേർപ്പെടുത്തണം. അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും, അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫുള്ള് ചാർജ് ആയാൽ നമ്മൾ എന്ത് ചെയ്യണം അത് ചാർജിങ് സ്റ്റോപ്പ് ചെയ്യണം. ഓവർ ചാർജിങ്ങും അതുപോലെ തന്നെ അണ്ടർ ചാർജിങ്ങും പ്രശ്നമാണ്. ഡിസ്ചാർജിങ് കൂടുതൽ ഡിസ്ചാർജ് ആയാലും എന്താണ് നമ്മൾ അത് അവോയ്ഡ് ചെയ്യണം. അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഓവർ ചാർജിങ്ങും പറ്റില്ല, അണ്ടർ ചാർജിങ്ങും പറ്റില്ല. അപ്പോൾ ഓവർ ചാർജിങ് ആകും. എന്ത് ചെയ്താൽ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി വീണ്ടും നമ്മൾ ചാർജ് ചെയ്താൽ ഓവർ ചാർജിങ് ആയി മാറും. അപ്പോൾ അതുണ്ടാവാൻ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാവാതിരിക്കാനും വേണ്ടി നമ്മളെന്താണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫുള്ളി ചാർജ്ഡ് സെല്ല് ആയോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് കളർ ഓഫ് പ്ലേറ്റിൻ്റെ കളർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. നമ്മൾ പറഞ്ഞു ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ കളർ എന്തായിരിക്കും നമ്മൾ പറഞ്ഞു. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് അല്ലേ, ഇത്ര ആവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി പറയുന്നുണ്ട്. പിന്നെ ഒരു ഗ്യാസിങ്, അതെന്താണ് നമ്മൾ പറയുന്നുണ്ട്, ഒരു ഗ്യാസിങ്. പിന്നെ വോൾട്ടേജ് പെർ സെല്ല്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഹൈ റേറ്റ് ഡിസ്ചാർജ് സെൽ ടെസ്റ്റർ, ഈ സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫുള്ളി ചാർജ്ഡ് സെല്ല് ലോഡിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള അതേ എഫക്റ്റ് നമുക്ക് ഈ ഹൈ റേറ്റ് ഡിസ്ചാർജ് സെല്ല് ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2.1 വോൾട്ട് അല്ലെങ്കിൽ എന്താണ് ഫുള്ളായിട്ട് നമ്മൾ നോക്കുമ്പോൾ 13 വോൾട്ടൊക്കെ കാണിക്കും. പക്ഷേ ലോഡ് കൊടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യും അത് വോൾട്ടേജ് നമുക്ക് ലോഡ് എടുക്കില്ല. അപ്പോൾ എന്താണ് ഈ ഹൈ റേറ്റ് ഡിസ്ചാർജ് സെൽ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ചെയ്താൽ ഫുൾ ലോഡിൽ നമുക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളത് ഇത് വെച്ച് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് കളർ ഓഫ് പ്ലേറ്റ് അല്ലെ, നമ്മൾ പറഞ്ഞതാണ് പോസിറ്റീവ് പ്ലേറ്റ് എന്താണ് PbO2 ആണ്. അതിൻ്റെ കളർ എന്തായിരിക്കും ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആയിട്ട് മാറും. നെഗറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ Pb ആണ് എന്ന് പറഞ്ഞാൽ ലെഡാണ്, അതെന്ത് ചെയ്യും സ്ലൈറ്റ് ഗ്രേ ആ കളറായിരിക്കും. രണ്ടാമതായിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ പറഞ്ഞതാണ് എന്താണ് 1.18 നിന്നും എന്തായിട്ട് മാറും 1.28 ആയിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കാനുള്ള മെഷർ ചെയ്യാനുള്ള എന്താണ് സാധനമാണ് എന്ത് ഹൈഡ്രോമീറ്റർ. അതിനുള്ള ഉപകരണമാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് മെഷർ ചെയ്യാനും വേണ്ട ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. എന്താണ് ഹൈഡ്രോമീറ്റർ നമുക്ക് നോക്കാം. ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ഇതാണ് സാധനം ഹൈഡ്രോമീറ്റർ. ഇതാണ് ഹൈഡ്രോമീറ്ററിൽ ഒരു റബ്ബർ ബൾബ് ഉണ്ടാവും, ഇതാണ് റബ്ബർ ബൾബ്. പിന്നെ എന്താണ് ഒരു ഗ്ലാസ് ട്യൂബ്, ഈ ഗ്ലാസ് ട്യൂബാണ്.
ഇതിൽ നമുക്ക് പിന്നെ എന്താണ് നമ്മളെ ഇലക്ട്രോലൈറ്റ് ഇങ്ങോട്ട് ഈ റബ്ബർ ബൾബ് പ്രസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റ് ഇങ്ങോട്ട് കയറും. പിന്നെ എന്താണ് ഒരു ഫ്ലോട്ട്, ഇതിനുള്ളിലൊരു ഫ്ലോട്ട് ഉണ്ട്, പൊങ്ങിക്കിടക്കണ, ഇതിലേക്ക് ഇലക്ട്രോലൈറ്റ് കയറിയാൽ പൊങ്ങിക്കിടക്കുന്ന ഒരു സാധനമുണ്ട് ഫ്ലോട്ട്. ആ ഫ്ലോട്ടിൻ്റെ മുകളിൽ എന്തുണ്ട്, നമുക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എത്രയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. 1.115 മുതൽ 1.3 വരെ, 1. അങ്ങനെ ഓരോന്ന് 1.18, 1.12, 1.21 അങ്ങനെ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഫ്ലോട്ടിൽ. പിന്നെ എന്താണ് ഫ്ലെക്സിബിൾ റബ്ബർ ട്യൂബ്. ഈ ഫ്ലെക്സിബിൾ റബ്ബർ ട്യൂബാണ് നമ്മൾ എന്തിലേക്ക് ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് എന്താ ചെയ്യുക, ഈ ബൾബ് പ്രസ് ചെയ്തിട്ട് വിടുമ്പോൾ എന്ത് ചെയ്യും, നമുക്കറിയാം ഇതിലുള്ള ഇലക്ട്രോലൈറ്റ് ഇതിലേക്ക് കയറും. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇലക്ട്രോലൈറ്റ് കയറുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്തിൽ കാണിക്കും, ഈ ഫ്ലോട്ട് പൊന്തി നിൽക്കുന്നതിനനുസരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി കാണിക്കും. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഹൈഡ്രോമീറ്റർ എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഇസ് മെഷേർഡ് വിത്ത് ഹൈഡ്രോമീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്, ബാറ്ററിയുടെ നമ്മൾ എന്താണ് ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുക ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. ആ ഹൈഡ്രോമീറ്ററിൽ എന്താണ് ഇത് അളക്കണമെന്നാണ്, ഇതിൻ്റെ ഡെൻസിറ്റിയാണ്, ഇലക്ട്രോലൈറ്റിൻ്റെ ഡെൻസിറ്റിയാണ്, റിലേറ്റീവ് ഡെൻസിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡെൻസിറ്റി കൂടുമ്പോൾ ഇവിടെ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോലൈറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ചാർജിങ്ങിനനുസരിച്ചാണ് ഇതിൻ്റെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്ട്രെങ്ത്ത്. നമുക്കറിയാം ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് എന്തായിട്ട് മാറും, H2SO4 ആയിട്ട് മാറും. ഡിസ്ചാർജ് കണ്ടീഷൻ ആണെങ്കിൽ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡെൻസിറ്റി കൂടും. എങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ഈ സാധനം കൂടുതൽ പൊങ്ങി നിൽക്കും, ഈ ഫ്ലോട്ട്. ഡെൻസിറ്റി കുറവാണ് എന്ത് ചെയ്യും, ഈ വാട്ടറിൻ്റെ അംശമാണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യും, ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് താഴ്ന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ 1.15 ആണ്. ഇത് പൊങ്ങി നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ് 1.27. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അത് ഫുള്ളി ചാർജിൻ്റെ 1.26 മുതൽ 1.28 വരെ വരും. ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ 50% 1.2 വരെ വരും. ഫുള്ളി ഡിസ്ചാർജ്ഡ് ആണെങ്കിൽ 1.15 വരെ 1.15 വരെ വരും. അപ്പോൾ എന്താണ് നമ്മളിത് നെക്കി വിട്ടിട്ട് ഇത് വരുമ്പോൾ എന്താണ് ഇതിൻ്റെ ഡെൻസിറ്റി എത്രയാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ഫ്ലോട്ട് പൊങ്ങി കിടക്കുന്നതിനനുസരിച്ച് കൂടുതൽ പൊങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റിൻ്റെ H2SO4 അളവാണ് കൂടുതലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിന് എന്താണ് ഫുള്ളി ചാർജ്ഡ് ആകുമ്പോൾ നമ്മൾ പഠിച്ചു ഇലക്ട്രോലൈറ്റിൻ്റെ അളവാണ് എന്താണ് H2SO4 അളവ് കൂടും, വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് കൂടുതൽ പൊങ്ങി കിടക്കും. അപ്പോൾ 1.27 1.28 1.26 മുകളിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഏകദേശം ഫുള്ളി ചാർജ്ഡ് ആയി നമുക്ക് മനസ്സിലാക്കാം. ഹാഫ് ചാർജ് ആണെങ്കിൽ 1.2 ആണ്, ഡിസ്ചാർജ് ആണ് 1.15 ആണ്. ഇനി അടുത്തത് ഗ്യാസിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, ഗ്യാസാണ്. എന്താണ് ഗ്യാസിങ് നമുക്ക് നോക്കാം. ദ സെൽ ഈസ് ഫുള്ളി ചാർജ്ഡ്. സെല്ല് ഫുള്ളായിട്ട് ചാർജ് ആയാൽ ചാർജിങ് കറണ്ട് സ്റ്റാർട്ട്സ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ആ വാട്ടറിൽ അതിനുണ്ടാകുന്ന വാട്ടർ കണ്ടൻറ്റ് എന്ത് ചെയ്യും, ഇലക്ട്രോളിസിസ് തുടങ്ങും. വാട്ടറുമായിട്ട് ഈ ചാർജ് ചെയ്യുന്ന കറണ്ട് എന്ത് ചെയ്യും, ഇത് ചാർജ് ആവാനല്ല എടുക്കുക, എന്ത് ചെയ്യും, ഈ വാട്ടറിനെ ഇലക്ട്രോളിസിസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, ദ റിസൾട്ട് ഈസ് ദാറ്റ് H2 and O2 ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ഇലക്ട്രോഡ്സ്. ഈ 2 ഇലക്ട്രോഡ്സിൽ നിന്നും എന്ത് ചെയ്യും, ഒന്നിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസും ഒന്നിൽ നിന്നും ഓക്സിജൻ ഗ്യാസും എന്ത് ചെയ്യും, പുറത്തേക്ക് വമിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ മുകളിലേക്ക് കുമിള ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് എന്ത് ചെയ്യുക, ഗ്യാസിങ് എന്ന് പറയാം. അപ്പോൾ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഗ്യാസ് എന്ത് ചെയ്യും, ഫുള്ള് ചാർജ് ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്നും മുകളിലേക്ക് പൊങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കറിയാം ഇങ്ങനെ തിളക്കണമാതിരി അല്ലെ, മുകളിലേക്ക് ഗ്യാസ് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, കുമിള ഇങ്ങനെ വരും. അങ്ങനെ കുമിള 2 ഇലക്ട്രോഡ്സിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഗ്യാസിങ് എന്ന് പറയാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഫുള്ളി ചാർജ് ആയിട്ടുണ്ട്, ഈ ലെഡ് ആസിഡ് ബാറ്ററി എന്താണ് ഫുള്ളി ചാർജ് ആയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. നോക്കുക, 2 പ്ലേറ്റുകളിൽ നിന്നും എന്ത് ചെയ്യുക, നമ്മൾ ഈ കുമിള നമ്മൾ എന്താണ് ഈ ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം എന്താണ്, ചാർജിങ് കറണ്ട് ഈസ് ഗോയിങ് നോ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്കും അതിൽ നടക്കണില്ല എന്നും, ഇതിലിപ്പോൾ നടക്കുന്നത് എന്താണ് ഈ വാട്ടറിൻ്റെ ഇലക്ട്രോളിസിസ് ആണെന്നും അതിൽ നിന്നും ഹൈഡ്രജൻ്റെയും പിന്നെ ഓക്സിജൻ്റെയും ഗ്യാസ് പുറത്തേക്ക് 2 പ്ലേറ്റിൽ നിന്നും വരികയാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഷുഡ് ബി സ്റ്റോപ്പ്ഡ്, നമുക്ക് എന്ത് ചെയ്യണം, ചാർജിങ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഒരു മാർഗ്ഗം ഗ്യാസിങ് ആണ്. അതിന് കുമിളങ്ങനെ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇലക്ട്രോലൈറ്റിൽ നിന്ന് കുമിളകൾ ഇങ്ങനെ 2 പ്ലേറ്റുകളിൽ നിന്നും കുമിളങ്ങനെ നമുക്ക് മുകളിലേക്ക് വരും. ആ ഗ്യാസിൻ്റെ അതാണ് ഗ്യാസിങ് എന്ന് അതിൻ്റെ പേര് വരാനും കാരണം. അപ്പോൾ നമുക്കിങ്ങനെ ഗ്യാസിങ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് വോൾട്ടേജ് പെർ സെല്ല്. നമ്മൾ പറഞ്ഞു 1.8 വോൾട്ട് ആയിരിക്കും ഫുള്ളി ഡിസ്ചാർജ്ഡ് ആകുമ്പോൾ. അപ്പോൾ എന്താണ് അത് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ 2.1 വോൾട്ട് 2.1 മുതൽ 2.3 വോൾട്ട് വരെ എന്ത് ചെയ്യും,
കൂടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സെല്ലിൻ്റെ വോൾട്ടേജ് അളന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഹൈ റേറ്റ് ഡിസ്ചാർജ് സെൽ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാം ഇൻറ്റേർണൽ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഹൈ റേറ്റ് ഡിസ്ചാർജ് സെൽ ടെസ്റ്റർ ഉപയോഗിക്കുന്നത് എന്താണ്, ഫൈൻഡ് ഔട്ട് ദി ഇൻറ്റേർണൽ കണ്ടീഷൻ ഓഫ് ദി സെല്ല്. നമ്മളെന്ത് ചെയ്യും, പുറമെ വെച്ചിട്ട് നമ്മൾ വോൾട്ടിമീറ്റർ ഉപയോഗിച്ച് അളക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും 2.1 വോൾട്ട് കാണിച്ചു. പക്ഷേ നമ്മൾ ലോഡ് കൊടുക്കുമ്പോഴേക്ക് എന്ത് ചെയ്യാണ്, ഇത് പിന്നെ കറണ്ട് എടുക്കണില്ല, വോൾട്ടേജ് താഴും. അപ്പോൾ എന്താണ്, ഉള്ളിൽ അതിൻ്റെ ഇൻറ്റേർണൽ കണ്ടീഷൻ റെഡി അല്ല. അപ്പോൾ ഇൻറ്റേർണൽ കണ്ടീഷനും കൂടി റെഡി ആണോ നോക്കാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈ റേറ്റ് ഡിസ്ചാർജ് സെൽ ടെസ്റ്റർ. ഇതിനെന്താണ്, ഒരു വുഡൻ ഹാൻഡിലുണ്ട്, വുഡൻ ഹാൻഡിലാണ്. പിന്നെ 2 മെറ്റൽ സ്ട്രിപ്പ്, ഇത് രണ്ട് പിന്നെ എന്താണ് പോസിറ്റീവിലും നെഗറ്റീവിലും വെക്കാനുള്ളതാണ്. അപ്പോൾ 2 മെറ്റൽ സ്ട്രിപ്പ് ഉണ്ട്, എന്താണ് ഇപ്പോൾ പാരലായിട്ട് 2 മെറ്റൽ സ്ട്രിപ്പ് ഉണ്ട്. അതിനിടയിൽ ചെറിയൊരു, ഇതിൻ്റെ രണ്ടിനും ഇടയിൽ എന്താണ് ഒരു ലോഡ്, ലോ റെസിസ്റ്റൻസ് ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇതാണ് ലോഡ്, ചെറിയ ലോഡ്. അപ്പോൾ എന്താണ്, ഹൈ കറണ്ട് ആയിരിക്കും ഇത് എടുക്കുക. കുറഞ്ഞ സമയം മാത്രമേ ഇത് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ സെല്ല് ഡാമേജ് ആവും. അപ്പോൾ എന്താണ്, ഇത് ചെറിയൊരു ലോഡ്, ഇവിടെ ലോ റെസിസ്റ്റൻസ് ലോഡുണ്ട്. പിന്നെ ഒരു വളരെ ലോ റേഞ്ച് വോൾട്ടിമീറ്റർ, ഇതിനിടയ്ക്ക് തന്നെയാണ് ഇതുണ്ടാവുക, ലോ റേഞ്ച് വോൾട്ടിമീറ്റർ ഇതിലുണ്ടാവും. ആ ലോ റേഞ്ച് വോൾട്ടിമീറ്റർ എന്താണ് 0 to 3 വോൾട്ട് വരെ പാരലായിട്ട് എന്താണ് കണക്ട് ചെയ്ത് ലോ റേഞ്ച് വോൾട്ടിമീറ്റർ ഇതിലുണ്ടാവും. അപ്പോൾ എന്താണ്, നമുക്ക് ഫുള്ളി ചാർജ്ഡ് സെല്ലാണ്, നല്ല ഗുഡ് കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ഫുള്ളി ചാർജ്ഡ് നമുക്കിതിൽ ഫുൾ ചാർജ് കാണിക്കും. ഇവിടെ ഇങ്ങനെ 3 വോൾട്ടിലേക്ക് ഈ പച്ച ഇതിലേക്ക് കാണിക്കും. ഈ ഡിസ്ചാർജിനാണ് എത്രയാണ് വോൾട്ടേജ്, നമ്മളിതിൽ ഈ രണ്ടും എന്ത് ചെയ്യുക, വോൾട്ടേജ് ഇതിലേക്ക് കൊടുക്കുക, എന്നിട്ട് സ്വിച്ച് നോക്കിയാൽ എന്താണ് 2 പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കൊടുക്കുക, എന്നിട്ട് സ്വിച്ച് നോക്കിയാൽ എന്ത് ചെയ്യും, ഫുള്ളി ചാർജിനാണെങ്കിൽ ഈ പച്ച ഇതിലേക്ക് കാണിക്കും. ഇതെന്താണ്, നമ്മൾ മാറിയാണ് പോസിറ്റീവ് നെഗറ്റീവ് മാറിയാണ് കൊടുത്തതെങ്കിൽ ഇങ്ങോട്ട് കാണിക്കും. എന്തായാലും പച്ച ഇതിലേക്ക് വരികയാണെങ്കിൽ ഫുള്ളി ചാർജ്ഡാണ്. അല്ലെങ്കിൽ എന്താണ്, എത്രയാണ് വോൾട്ടേജിലുള്ളത് നമുക്ക് കാണിക്കും. ഇനി എന്താണ് സൾഫേറ്റഡ്, അതൊരു പ്രശ്നമാണ്, നമ്മൾ ഇനി പിന്നീട് പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓൾഡ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഡിസ്ചാർജ്ഡ് റീഡിങ് എത്രയാണോ ആ റീഡിങ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 1.1 അല്ല 1.8 അതൊക്കെ ആണെങ്കിൽ ഡിസ്ചാർജ്ഡ് കണ്ടീഷനാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ്, ലോഡ് കൊടുത്താലും ഇത് വർക്ക് ചെയ്യില്ല നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്നാൽ എന്താണ്, ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ കെമിക്കൽ ആക്ഷൻ, ഒന്ന് ഡിസ്ചാർജിങ് സമയത്തുള്ളതും ചാർജിങ് സമയത്തുള്ളതും നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു. പിന്നെന്താണ്, ഫുള്ള് ചാർജായ ഒരു ബാറ്ററി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള 5 കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതും നമ്മൾ പഠിച്ചു. അപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതിൽ നിന്നും കുറേ ക്വസ്റ്റ്യൻസ് അത് PSCക്കായാലും നിങ്ങളുടെ ITIയിലെ പിന്നെ നിമി എക്സാമിനായാലും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും എല്ലാവരും പിന്നെ കേട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് നമുക്ക് ഡിഫക്റ്റ് ഓഫ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ പോരായ്മകളും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ കപ്പാസിറ്റി എങ്ങനെ അളക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് പിന്നെ ശരിക്കും മനസ്സിലാക്കി തന്നെ പഠിക്കണം. കാരണം അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ്, നമ്മുടെ വീടുകളിലുള്ള ഒരു സാധനമാണ് ഈ ലെഡ് ആസിഡ് ബാറ്ററി. അപ്പോൾ ഇത് ചാർജ് ആണത് എങ്ങനെയെന്നൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ എല്ലാവർക്കും നന്ദി.